ഞാൻ കൊടുക്കുന്നിടത്ത് കുറച്ച് കാശുണ്ട്. കണക്ക് കൂട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അത് കുഴപ്പമില്ല. നിങ്ങൾ ഓപ്പറേഷനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. സർ, ഇനി അതൊന്നും വേണ്ട. ബില്ലടച്ചു കഴിഞ്ഞു. ബില്ലടച്ചോ? അതെ സർ. 5 ലക്ഷം രൂപയോ? അതെ സർ. ദേ അവിടെ ഇരിക്കുന്ന അവര് ബില്ല് നേരത്തെ അടച്ചു. എക്സ്ക്യൂസ് മീ മാഡം, മുകുന്ദൻ അമ്മാവൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അവർക്ക് വളരെ സീരിയസ് ആണ്. ഉടനെ ഓപ്പറേഷൻ നടത്തണം. എത്രയും പെട്ടെന്ന് ബില്ലടച്ച ഓപ്പറേഷൻ നടത്തും. അയ്യോ, ഇത് വെച്ചോളൂ. ഉടനെ തന്നെ ഓപ്പറേഷൻ തുടങ്ങണം. ഇതുപോലെ ഗോൾഡ് ഒന്നും എടുക്കില്ല മാഡം. ദേവി ഇതൊന്ന് മനസ്സിലാക്കൂ. ഉടനെ തന്നെ പണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുക്കാനാ? അമ്മാവന്റെ അവസ്ഥ വളരെ സീരിയസ് ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പണയം വെക്കുകയോ വിൽക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തീർച്ചയായും ഒരു 5-6 ലക്ഷമെങ്കിലും കിട്ടും. പക്ഷെ മാഡം, ഇവിടുത്തെ റൂൾസ്. ഇനി ഒന്നും പറയണ്ട, ഇതൊന്ന് വാങ്ങിക്ക്. പേഷ്യന്റിന്റെ ജീവൻ വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്ലീസ് ഓപ്പറേഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യോ പ്ലീസ്. ശരി, ഓപ്പറേഷൻ പെട്ടെന്ന് നടത്താം. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യൂ. ബിൽ റെസിപ്റ്റ് തരാം. ഓക്കെ? താങ്ക് യു സോ മച്ച്. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ ഭാഗത്തുനിന്ന് ഇതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊക്കെ ആരും ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഞാൻ ത്യാഗം ചെയ്യുന്ന വലിയ മനുഷ്യനാണെന്ന് ഇപ്പൊ ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കൊരു വലിയ മനസ്സുണ്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് ചേട്ടന് എന്നോട് പ്രേമൊന്നും തോന്നില്ലല്ലോ അല്ലേ? എന്റെ പൊന്നെ, എന്റെ ചേട്ടനൊന്ന് ചിരിച്ചു കണ്ടപ്പോ നഷ്ടപ്പെട്ട ധൈര്യം ഒന്ന് തിരിച്ചു കിട്ടി. ഞാൻ അച്ഛനെ ഓർത്ത് ടെൻഷനാവാൻ പാടില്ലെന്ന് വിചാരിച്ചല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശിവാനി. ശരി, അത് വിട്. നിങ്ങളും ഞാനും ഇങ്ങനെ ഫ്രണ്ട്സ് പോലെ സംസാരിക്കുന്നതില് എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ചേട്ടന്റെ മുറപ്പെണ്ണായിട്ട് എപ്പോഴും വഴക്കൂടുന്നതാ നല്ലത്. അച്ഛന് കുഴപ്പമൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? അയ്യോ, അമ്മാവനെ ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടാതെ ആദ്യം എന്നോടൊപ്പം വഴക്കൂട്. ചേട്ടന് നല്ല സമാധാനം കിട്ടും. നിന്റെ അനിയത്തിയുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പേരക്കുട്ടി ശിവാനിയുടെ കല്യാണത്തിൽ ഒരുവിധ തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ാണെങ്കിലും അവസാനം നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. ഇതാണ് സത്യം. എക്സ്ക്യൂസ് മീ. പറയൂ സർ. പേഷ്യന്റ് മുകുന്ദന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? കുറച്ച് സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ തുടങ്ങും സർ. 5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? സാറിന്റെ സഹോദരൻ നെക്ലസ് കൊടുത്ത് ക്യാഷ് അറേഞ്ച് ചെയ്തു. ഡോക്ടർ, പേഷ്യന്റിനുടനെ ബി പോസിറ്റീവ് ബ്ലഡ് വേണം. എൻ്റെ അത് തന്നെയാണ് ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ. ശിവാനി,
അനുജത്തിമാരുടെ കൂടെ നീ ഉണ്ടാവണം. ആ ദേവാ പറ, മുകുന്ദന്റെ കഥ കഴിഞ്ഞോ? ഓപ്പറേഷൻ നടന്നില്ലായിരുന്നെങ്കിൽ അയാൾ തീരുമായിരുന്നു അച്ഛാ. പണം കെട്ടിവെക്കാതെ ഓപ്പറേഷൻ ചെയ്യില്ലല്ലോ ദേവാ. അച്ഛന്റെ അനിയന്റെ മകള് ശിവാനി അവളുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലസ് കൊടുത്ത് ഗൗതമിന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ? അവൾക്ക് ഭ്രാന്ത് പിടിച്ചോടാ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. മുകുന്ദൻ അമ്മാവൻ എങ്ങാനും രക്ഷപ്പെട്ടാൽ അച്ഛന്റെ മകൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഗൗതം ഒരിക്കലും എന്നെ വെറുതെ വിടില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദാ വരുന്നു. അവിടെ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അച്ഛാ, അച്ഛാ, അച്ഛൻ്റെ രക്തമാണ് ഈ ശരീരത്തിലൂടെ ഓടുന്നത്. ഇപ്പോൾ അതേ രക്തത്തെ ഞാൻ തിരിച്ചു നൽകി അച്ഛൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അച്ഛാ. അമ്മ സുമക്കിലിയായിട്ടിരിക്കണമെന്നുള്ളൊരാഗ്രഹം എങ്ങനെയെങ്കിലും ഏതു വിധേനയും അച്ഛൻ നടത്തിയേ പറ്റൂ. ഡോക്ടർ, എൻ്റെ അച്ഛൻ ട്രീറ്റ്മെൻറ്റിനോടൊക്കെ സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അബോധാവസ്ഥയിലല്ലേ? ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ, ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അടച്ചോളാം. അച്ഛൻ രക്ഷപ്പെട്ടേ പറ്റൂ, അത്രയേ ഉള്ളൂ. എൻ്റെ അച്ഛനെ ആര് കുത്തിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ദുഷ്ടത്തരം എൻ്റെ അച്ഛനോട് ആര് ചെയ്തു എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്നവൻ ജീവനോടെ ഉണ്ടാവില്ല. കൺട്രോൾ യുവർ സെൽഫ് മിസ്റ്റർ. വല്യച്ഛൻ വന്നിട്ടുണ്ട്.
നല്ലതുപോലെ മദ്യപിച്ചിട്ട് ബസ്സോ ലോറിയോ തട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. മദ്യപിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് കരുതാം. പക്ഷെ അവൻ കുടിച്ചില്ലെന്നല്ലേ പറയുന്നത്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചെന്നാ മനസ്സിലാകാത്തത്. അദ്ദേഹത്തിന് ആരോ കത്തി കൊണ്ട് കുത്തിയതാ. അവൻ മദ്യപിക്കാതിരുന്നാൽ നല്ല മനുഷ്യരെ പോലെയാ പെരുമാറുന്നത്. പക്ഷെ കുടിച്ചാൽ അവൻ ആളാകെ മാറും. ഗൗതം, നീ വിഷമിക്കാതെ. ദേ നോക്ക്, നീ സങ്കടപ്പെട്ടാൽ അതെന്റെ ഭാവി മരുമകൾ ലക്ഷ്മിയുടെ ആരോഗ്യത്തെ ബാധിക്കും. നീ എന്റെ മോനെ നോക്ക്. കത്തി കൊണ്ട് ഇവനെ ആരോ കുത്തിയതുപോലെയാ ഇവന്റെ മുഖഭാവം കാണുമ്പോ തോന്നുന്നത്. പേടിക്കാതടാ, നിന്റെ അമ്മാവനൊന്നും സംഭവിക്കില്ല. ഈ ഹോസ്പിറ്റലിന്റെ ഓണർ എന്റെ പരിചയക്കാരനാ. ഡിസ്കൗണ്ട് തരണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് സംസാരിക്കാം. പക്ഷേ അതിന് അയാൾ ജീവിച്ചിരിക്കണ്ടേ? അപകടനില തരണം ചെയ്താൽ പിന്നെ പണത്തെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. ആ പറയടോ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. നമ്മുടെ സാവിത്രിയുടെ ഭർത്താവ് മുകുന്ദനില്ലേ, അവനെ ആരോ കുത്തി. ഇപ്പോ ICUവിൽ കിടക്കുക. എന്തോ നല്ല മദ്യപാനിയായിരുന്നപ്പോ അപകടമൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ അതൊക്കെ നിർത്തിയപ്പോഴാ പണി കിട്ടിയത്. ചിലരുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, വല്യച്ഛന്റെ സംസാര രീതിയെ അങ്ങനെയല്ലേ? നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമൊന്നുമല്ല ശിവാനി. അയാൾ എവിടെ എന്ത് സംസാരിക്കുന്നുള്ളതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്. എന്നാൽ ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്ക്. പറയും മുതലാളി. ഇനി കുറച്ചു സമയം കഴിയുമ്പോ മുകുന്ദന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. കലികാലമല്ലേ, കറണ്ട് വെച്ചല്ലേ കളി. ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് എല്ലാ ഏർപ്പാടുകളും ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിലെ കറണ്ട് പോയാ പിന്നെ ജനറേറ്റർ കാണുമല്ലോ. പറയുന്നത് കേൾക്കടാ. ജനറേറ്ററും പ്രവർത്തിക്കുന്നില്ലെന്ന് വെച്ചോ, അപ്പോ പിന്നെ ഓപ്പറേഷൻ നടക്കില്ലല്ലോടാ. അതെ മുതലാളി. അപ്പോ ഓട്ടോമാറ്റിക്കായി ഗൗതമിന്റെ അച്ഛൻ മരിക്കും. ദൈവം വന്ന് വരം നൽകുന്നത് പോലെ കയ്യിൽ നിന്ന് പ്രകാശം വന്ന് പിന്നെ രണ്ടാമതൊരിക്കലും ഈ ഓപ്പറേഷൻ നടക്കില്ല. നിനക്ക് മനസ്സിലായോ? അതുകൊണ്ടാ കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇതാണ് എന്റെ പ്ലാൻ. നീ അത് ചെയ്തു കാണിക്ക്. അപ്പോ ഞാൻ വേണ്ടത് ചെയ്യാം. മുകുന്ദൻ. ശരി മുതലാളി. അന്ന് ആ ഓട്ടോ ശങ്കറിനെ കാണാതായതുപോലെ ഇവിടെ അത് സംഭവിക്കാൻ പാടില്ല. എന്റെ കൺമുന്നിൽ തന്നെ മുകുന്ദൻ മരിക്കണം. ഗൗതം അവന്റെ അച്ഛൻ മരിച്ചതറിഞ്ഞ് നെഞ്ചത്തടിച്ച് അലറി കരയണം. മനസ്സിലായോ? ശരി മുതലാളി, എല്ലാം മനസ്സിലായി. അതെ ഗൗതം, നീ എന്റെ പുറകെ വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പേടിക്കണ്ട. നിങ്ങൾ ആരോട് സംസാരിച്ചു, എന്ത് സംസാരിച്ചു എന്നൊന്നും ഞാൻ കേട്ടില്ല. അതിനുള്ള ബുദ്ധി നിനക്കില്ലെന്ന് എനിക്കറിയാം. ഏതു വിധേനയും നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കണമെന്ന് ആ ലക്ഷ്മി നാരായണ മൂർത്തിയോട് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കാൻ നോക്ക്. അഗ്നികുണ്ഠത്തിൽ കൂടി ഒറ്റക്കാലിൽ ഞാൻ നടന്നു വരാമെന്ന് മനസ്സുരുകി പ്രാർത്ഥിക്ക്. നിറവേറ്റിത്തരും. തീപ്പൊള്ളലേൽക്കുന്നതും ആണി കുത്തുന്നതുമൊക്കെ നിനക്കൊരു ശീലമല്ലേ? ഇത്തവണ അഗ്നി കൊണ്ടെത്തി ചവിട്ടുന്നത് ഞാനല്ല. തെറ്റ് ചെയ്തവരാരാണോ അവരെ ഞാൻ അഗ്നി കൊണ്ട് തീർക്കും.
അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. അത് ശരിയാ. നടക്കേണ്ടത് തന്നെ നടക്കും. ചാവാതിരുന്നാ മതി. പക്ഷേ മൂത്ത പെണ്ണിന്റെ കല്യാണം നടക്കണ്ടേ? അകത്ത് കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്ന മുകുന്ദൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. നമുക്ക് നോക്കാം ദൈവം ഉണ്ടോന്ന്. ശങ്കരമ്മാവ, ഈ ദുഷ്ടൻ വരദരാജൻ നിങ്ങളെങ്ങാനും കാണുമെന്ന് ശരിക്കും ഞാൻ പേടിച്ചു. നിങ്ങൾ ജീവനോടുണ്ടെന്ന് ഇയാളെങ്ങാനും അറിഞ്ഞാൽ ഇയാൾ നിങ്ങളെ വെറുതെ വിടില്ല. അച്ഛാ, എന്തിനാ അങ്ങനെ സംസാരിച്ചത്? ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ എന്നെ അവൻ ഉറപ്പായും സംശയിക്കും. നീ അഭിനയിക്കുന്നത് പോലെ ഞാനും കുറച്ചൊക്കെ അഭിനയിക്കണ്ടേ? പക്ഷേ നീ ഭയന്നിരിക്കുക. നിന്റെ ഭയത്തെ ഞാൻ ഇല്ലാതാക്കി. എങ്ങനെ? കുറച്ച് സമയത്തിനുള്ളിൽ കറണ്ട് പോയി ഓപ്പറേഷൻ നടക്കാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന മുകുന്ദനില്ലേ, കൈലാസത്തിലേക്ക് പോകാൻ പോവുക. അച്ഛൻ എന്ത് പ്ലാൻ വേണമെങ്കിലും ചെയ്തോളൂ. എന്നാൽ അയാളെ രക്ഷപ്പെട്ടാൽ പിന്നെ ഞാനുണ്ടാവില്ല. ഞാൻ വന്നത് അതിനു വേണ്ടിയല്ലേടാ. ശരി, വിട്ടേക്ക്. ശിവാനിയെയും കൂടെ കൂട്ടി നീ പോയിക്കോ. അവൾ ഇവിടെ നിന്നാലേ ഇനിയും എന്തെങ്കിലുമൊക്കെ ത്യാഗങ്ങൾ ചെയ്യും. ശിവാനി, വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏട്ടാ, ഇവിടെ സാരമില്ല, മോള് പോയിക്കോ. ഗൗതമിന്റെ സഹോദരിമാർ 4 പേരുണ്ടല്ലോ. നീ ഒരാളിവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ നോക്കിയിരിക്കുക. ചടങ്ങെല്ലാം കഴിഞ്ഞെങ്കിലും അവരെ യാത്രയാക്കണ്ടേ? മോള് പോയി അവരെ യാത്രയാക്ക. ദേവനും കൂടെ വരും. നീ പൊയ്ക്കോ ശിവാനി. എന്തായാലും നിന്നെയും പ്രതീക്ഷ വീട്ടിൽ അവരൊക്കെ കാത്തിരിക്കുകയല്ലേ. ഞാൻ പറയുന്നത് കേൾക്ക്. ശരി. ഗൗതം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനിങ്ങ് എത്തിക്കോളാം. വാ ശിവാനി. ഹലോ, ഒന്നിങ്ങോട്ട് വരാമോ? ഒരു മിനിറ്റ്, ഒന്ന് വരാമോ? ശശിയേട്ടൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ? നേരത്തെ തന്നെ പോകാൻ പറഞ്ഞതാണല്ലോ. എന്തിനാ എന്നോടിങ്ങനെ ആംഗ്യം കാണിക്കുന്നേ? അദ്ദേഹം എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്റെ ചുമതലയാണ്. ശശികുമാരേട്ടൻ ഇതുവരെ പോയില്ലേ? അതല്ല ശിവാനി, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നത്. ഇതാ, കുത്തേറ്റ് കിടന്ന മുകുന്ദനങ്ങളിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ഇത്. ഇൻസ്പെക്ടർ ദേവരാജ്, ഇതെന്റെ ഏട്ടന്റെ അല്ലേ? അതാ എന്റെ സംശയം. ഈ നെയിം പ്ലേറ്റ് അങ്കിളിന്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശിവാനി. ഈ മർഡർ അറ്റംപ്റ്റിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്.